ഒറ്റക്ക് ഉണ്ടാക്കി കുടിച്ചോ. നമുക്ക് ഒട്ടും നേരമില്ല. ഓക്കെ, ഞാൻ രാവിലെ എല്ലാ പണി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോകാൻ എനിക്ക് പറ്റൂലേ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനുണ്ട്. എല്ലാ പണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ പോകാനുണ്ട്. ഞാൻ പോകണം. പോകുന്നില്ല, ഞാൻ ഓഫീസിൽ ഒരു ഗ്ലാസ് ചായ അല്ലേ വെക്കുള്ളൂ. ഗ്യാസ് ഉണ്ടാക്കുന്ന അടുപ്പൊന്നുമല്ലല്ലോ. അതൊന്നും ഒറ്റ ഒട്ടും നേരമില്ല. ഫുഡെല്ലാം കൊടുത്തിനോ? രാത്രിക്കുള്ളതിലാക്കി വെച്ചോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഡെയിലി ഇതിനല്ലേ ഞാൻ ചെയ്യല്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ചേച്ചി തന്നെ ഒറ്റക്ക് ഉണ്ടായിക്കോ. എന്നാലും നീ ഇത്ര നേരത്തെ പോകുന്നില്ല. ചായ വെച്ചിട്ട് എന്നിട്ട് പോടുങ്ങി. ആ ചേച്ചി അങ്ങനെ അവർക്ക് നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. ഞാനൊന്ന് നേരെ പോയി പോയാ എന്താ നേരം പോയി പോകുന്നു ചോദിക്കലുണ്ടല്ലോ. അതിന് എക്സ്ട്രാ പൈസ ഒന്നും തരില്ലല്ലോ. ഞാൻ കുറച്ച് നേരത്തെ പോയേ പറ്റും. നീ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ മോനെ വാ, നമുക്ക് പോലും ചേച്ചി ചായ ഒറ്റക്ക് ഉണ്ടാക്കി കുടിച്ചു. ഞാൻ പോയി. ഓ എല്ലാം മുറ പണിയെടുക്കണം. എന്നാലും ഒരു 5ന്റെ പൈസ ഈ പണി വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ പൈസ കൊണ്ട് വണ്ടി ചെലവ് പോലും കഴിയുന്നില്ല. എന്നെ വിരിച്ചു വരെ ഇട്ട് നോക്ക്. ഞാൻ മണിക്ക് വെക്കാൻ ഇട്ടല്ലോ. very short step. आगे देखिए क्या होता है. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ നേരം വീഴുകയാണ്. എനിക്ക് പണിയെടുക്കാൻ നിലവാരം മോനെ പോലെ ഒരു 1.5 ക്ലാസ് ചേച്ചി ഇടുന്ന 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇനി പണി വന്നുകൊണ്ട് ചേച്ചി ഒരു 5 മിനിറ്റ് കാര്യമില്ല. ചേച്ചി വെച്ചു ബസ്സിന്റെ എന്റെ ചേച്ചി, ഞാനൊരു കാര്യം പറയാനാണ്. നിങ്ങൾ കാത്തിരിപ്പൽ ഇന്നത്തോടെ അവസാനിച്ചു. നമുക്ക് വേറൊരു ജോലി കിട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ നല്ല ശമ്പളവും ഉണ്ട്. പിന്നെ കുറച്ച് സമയം പണി എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറി. ഇന്ന് മുതലിട്ട് വരൂലെന്ന് പറയേണ്ടിട്ട് വന്നതാണ്. അയ്യോ സീത, ഇങ്ങനെ പറയുന്നത് ഒരാഴ്ച മുന്നേ പറഞ്ഞാണെങ്കിൽ അതൊക്കെ അടുത്ത സെർവറിന്റെ ജോലിക്ക് വെച്ചിടായിരുന്നോ? പെട്ടെന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓഫീസ് പോകാൻ ടൈമായി. എൻ്റെ ചേച്ചി 2 ദിവസം മുമ്പ് എല്ലാം ശരിയായത്. ഇനി അത് കളയാൻ എനിക്ക് പറ്റൂല. വീട് എന്തായാലും വരാൻ കഴിയില്ല. ചേച്ചി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പൊ അവിടെ പോയിട്ട് പണിയെല്ലാം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പോണം. എന്റെ വീട്ടിന് അടുത്ത് തന്നെ കിട്ടിയതല്ല. അവർക്ക് എന്തിനാ വേണ്ടെന്ന് നോക്കാൻ കഴിയാ? എന്ത് പരിഹാരം? ഇത്ര ദിവസമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കണ്ടേ? ഇനി ഒരു പരിഹാരം കണ്ടിട്ട് ഒരു കാര്യമില്ല. അത്രയും അടുത്തൊരു ജോലി എനിക്ക് കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത്. ചേച്ചി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. उसके घर काम करते थे, उसको आज का सैलरी मिल गया. वो आकर इसकी हस्बैंड को बताया. हस्बैंड इसको
സമയത്ത് മാറാൻ തോന്നി कुछ बता है एक्सीडेंट के बारे में സീതയാണോ അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇരിക്കണ്ട ചെറിയൊരു പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞാൽ ടെൻഷൻ തന്നെയല്ല ഇവിടെ അടുത്തുള്ള റോഡ് കൊണ്ട് കുറച്ച് സ്കൂൾ കുട്ടികൾ വരുമ്പോൾ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഐസിയിൽ അഡ്മിറ്റഡ് ആണ് അഡ്രസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങളുടെ കുട്ടിയാണ് കുട്ടിക്ക് ചെറിയൊരു ഓപ്പറേഷൻ വേണം വൈകുന്നേരം ഉള്ളിൽ ഓപ്പറേഷൻ നടത്തണം പറയുന്നത് അതിൽ जिसके पास इतना सलाह पैसा है നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു उसका बेटा का एक्सीडेंट है ഇപ്പൊ നമുക്ക് എന്തായാലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല പൈസ നിങ്ങൾ ആരെങ്കിലും പിടിച്ച് ആ 1 lakh രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റൂ ഐസിയിലാണ് കുറച്ചിട്ട് സീരിയസ് ആണ് അപ്പൊ എങ്ങനെയും എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്ത് मैं इसको सोहेल को फ़ोन कर रहा है उसका बेटा हॉस्पिटल में पैसे चाहिए उसको ഹലോ ഹലോ രശ്മി ഞാനാ ഹലോ രശ്മി എൻ്റെ മോന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലുള്ളത് അതല്ല കുറച്ച് പൈസ ഉണ്ട് वो എൻ്റെ सलवन കയ്യിൽ मिला इसका नाम सीता है 1 ലക്ഷം റുപ്യ വേണേനും क्या करेंगे इसके पास तो पैसा नहीं है वो कैसे ट्रीटमेंट करेंगे ഹലോ वो इसको सोहेल को बता रही है कुछ हेल्प कर लो ആരെയൊന്നും സഹായിക്കുന്നില്ലല്ലോ എൻ്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് പൈസ എവിടുന്ന് കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ ഞാൻ എങ്ങനെ എൻ്റെ മോനെ ഇനി രക്ഷിക്കും ഇങ്ങനെ ഒരു വഴി കാണിച്ച എൻ്റെ ഭഗവാനെ ठीक से बात नहीं होता है वो एंगेज हो गया कर दिया अभी आप क्या करेंगे अभी दूसरे को और भी एक बार फोन लगा रहा है ഹോസ്പിറ്റലായി പൈസയിലും കൊടുക്കും 1 ലക്ഷം രൂപ വേണം അവനെ ഓപ്പറേഷൻ നടത്തും പക്ഷെ ആരും സഹായിക്കുന്നില്ല എനിക്കൊന്നും അന്നെ വിളിച്ചൂടേനാ അച്ഛനെ ഞാൻ എങ്ങനെ വിളിക്കും നമ്മൾ ഇന്നും ഇന്നലെ തമ്മിലുള്ള ബന്ധം നമ്മൾ എത്ര വർഷമായി ഇങ്ങനെ എനിക്ക് അന്നെ ഫോൺ വിളിച്ചൂടേനാ എന്നാല് എത്ര പൈസ അത്യാവശ്യം ഉണ്ടെങ്കിൽ സാരമില്ല എൻ്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് എടുക്കാനില്ല വീട്ടിൽ ചെക്ക് ഉണ്ട് ഞാൻ എഴുതി തരാം നീ ബാങ്ക് പോയിട്ട് മാറേജ് പൈസ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഞാനും വരാം ഹോസ്പിറ്റലിലേക്ക് വാ पैसा नहीं है वो जा रहे हैं क्या करेंगे पैसा भी नहीं है कैसे ट्रीटमेंट करेंगे वो കുഴപ്പമൊന്നുമില്ല അവന് സുഖമുണ്ട് ഇപ്പം മരുന്നെല്ലാം ഇപ്പൊ ഇല്ല മരുന്നെല്ലാം കഴിഞ്ഞു ഭഗവാൻ ഇനിയിപ്പോ കൂടി കൊണ്ടുപോകണം അത്രേ ഉള്ളൂ मदद कीजिए इसका एक्शन भी अच्छा है और रास्ते में मिल गया कि सॉरी भी मिल गया इसको വേറെ കാര്യം वो പറയാം उसको सारी बात बता रहा ചേച്ചിനെ है മനസ്സിലാക്കാൻ ഞാൻ ഭയങ്കര വൈകിപ്പോയി ചേച്ചി എൻ്റെ മോനെ ഇങ്ങനെ കിട്ടാൻ എനിക്ക് കാരണം ചേച്ചി എന്നോട് ക്ഷമിക്കണം वो एक्सीडेंट के बारे में बता रहा है എന്റെ മോനെ പൂരത്തിന്റെ അല്ലേ നോക്കിയാട്ടെ പിന്നെ ചേച്ചി ഞാൻ വേറെ ഒരു കാര്യം കൂടി ചോദിച്ചു ऑपरेशन के लिए पैसे चाहिए क्या करेंगे പണിക്ക് വന്നു ചേച്ചി वो थोड़ी पैथोटिक गरीब आदमी है ना उसके पास पैसा नहीं है कैसे आप ट्रीटमेंट करेंगे वो पैसा लेकर इसको उसके बेटा को अच्छा करने कर दिया वो ले